പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് അംബികാദേവി കൊട്ടേക്കാട്ട്, ഉഷ വേണുഗോപാൽ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ലളിതഗാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ ജാനൂട്ടി. കാർ ഇടവഴി തിരിയുന്നിടത്ത് എത്തിയപ്പോൾ അയാൾ ചില്ലു താഴ്ത്തി പുറത്തേക്ക് നോക്കി. ഇവിടെയായിരുന്നു ജാനൂട്ടിയുടെ വീട്. അതിപ്പോൾ കാണുന്നില്ല. അവളുടെ വീട് നിന്നിരുന്ന സ്ഥലത്ത് കുട്ടികൾ പന്തു കളിക്കുന്നു. അയാൾ നിരാശയോടെ ചില്ലടച്ചു. ആളൊഴിഞ്ഞ പറമ്പിലെ നാലുകെട്ടിന് മുന്നിൽ കാർ നിർത്തി അയാൾ ഇറങ്ങി. പുരയിടം നോക്കുന്ന അപ്പുണ്ണി അയാളെ കാത്തവിടെ നിന്നിരുന്നു. വീട്ടിലേക്കു കയറിയപ്പോൾ അയാളുടെ മനസ്സു വിങ്ങി. വർഷങ്ങളെത്രയായി താനീ വീട്ടിൽ കാലുകുത്തിയിട്ട്. നടുത്തളത്തിൽ ചിരിച്ചു നിൽക്കുന്ന അമ്മയുടെ ചിത്രത്തിനു മുന്നിൽ അയാൾ നിർനിമേഷനായി നോക്കി നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒടുവിൽ താൻ അമ്മയുടെ അടുത്തെത്തി. ചായ വാങ്ങി വരാം. അപ്പുണ്ണി പാത്രമെടുത്തു. വേണ്ട, അവൾ പോയതിൽ പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല. കടുപ്പം കുറഞ്ഞു, മധുരം കൂടി എന്നൊക്കെ പറഞ്ഞു ചാടിക്കാൻ അവളില്ലല്ലോ. അയാൾ ബാഗിൽ നിന്നും ജ്യൂസ് എടുത്തു. 2 ദിവസം കഴിഞ്ഞാൽ ഒരാൾ പണിക്ക് വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളൊന്ന് മൂളി. വസ്ത്രം മാറി. ഞാനൊന്ന് കുളത്തിൽ കുളിക്കട്ടെ, എത്ര കാലായി. രാത്രിക്ക് ഭക്ഷണം വാങ്ങി വരാം. അപ്പുണ്ണി വണ്ടിയെടുത്തു. അയാൾ വളപ്പിലേക്ക് നടന്നു. സൂര്യൻ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങി. സർപ്പക്കാവിനോട് ചേർന്നുള്ള കുളക്കടവിലേക്ക് അയാൾ ചെന്നു. നിറയെ താമരമൊട്ടുകൾ കാറ്റിലാടുന്നു. താമരപ്പൂവുകൾ തൊഴുകയോടെ അഹസ്കരനെ യാത്രയാക്കി. ഓർമ്മയുടെ സുഗന്ധം പേറിയ കൊച്ചു കാറ്റ് അയാളെ തഴുകിയുണർത്തി. ജാനൂട്ടി പതിവായി തന്നെ കാത്തു നിന്നിരുന്നത് ഈ കുളക്കടവിലായിരുന്നു. കുളത്തിലിറങ്ങാൻ അവൾക്കു പേടിയായിരുന്നു. തന്നെ കാണുമ്പോൾ അവളുടെ മുഖം തുടുക്കും. താമരപ്പൂ പറിച്ചു കൊടുക്കുമ്പോൾ അവളുടെ കവിളിൽ വിരിയുന്ന നുണക്കുഴിപ്പൂക്കൾ നോക്കി നിൽക്കാൻ തനിക്കിഷ്ടമായിരുന്നു. ഓടിപ്പോകുന്ന അവളുടെ കൊലുസിൻ്റെ കിലുക്കം ഇന്നും തൻ്റെ ചെവിയിൽ തങ്ങി നിൽപ്പുണ്ട്. കോളേജ് പഠനം മതിയാക്കി ഒരു പരിചയക്കാരൻ്റെ കൂടെ ബോംബെക്ക് പോകാൻ താൻ തീരുമാനിച്ചു. നിറമിഴികളുമായി ജാനൂട്ടി തന്നെ കാത്തുനിന്നു. ജോലിയൊക്കെ ശരിയായി ഞാൻ വരുമ്പോഴേക്കും ജാനൂട്ടി കല്യാണം കഴിച്ചു പോകുമോ? തൻ്റെ ചോദ്യം കേട്ട് അശ്രുധാരയാൽ അവളുടെ കവിളുകൾ കുതിർന്നു. കണ്ണീർ തുടയ്ക്കാൻ നീട്ടിയ തൻ്റെ കൈ പിടിച്ചവൾ തെരുതെരേ ഉമ്മ വെച്ചു. ഏട്ടൻ വരുന്നതുവരെ ജാനൂട്ടി കാത്തിരിക്കും, ആത്മവിശ്വാസത്തോടെയാണ് അവൾ പറഞ്ഞത്. തുടക്കത്തിൽ ബോംബെയിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൻ പുറത്തു നിന്നും പട്ടണത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ വേരുപിടിക്കാൻ സമയമെടുത്തു. പശുവിനെ വളർത്തിയും കൃഷി ചെയ്തുമൊക്കെയാണ് അമ്മ വട്ടച്ചിലവുകൾ നടത്തിയിരുന്നത്. അമ്മയുടെ കഷ്ടപ്പാടിന് ഒരറുതി വരുത്തണമെന്ന് അന്നേ ആഗ്രഹിച്ചതാണ്. ഒരു വർക്ക്ഷോപ്പിൽ ഹെൽപ്പറായിട്ടാണ് താൻ ആദ്യം ജോലിക്ക് കയറിയത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറുമൊക്കെയായി സമരസപ്പെടുവാൻ കുറച്ച് സമയമെടുത്തു. മറ്റു ജോലിക്കാരോടൊപ്പം ഒരു ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. മാസം തോറും അമ്മയ്ക്ക് പണം അയക്കുമ്പോൾ ബാങ്കിൽ നിന്നും എടുത്തു കൊടുത്തിരുന്നത് അവളായിരുന്നു. അമ്മ അതിൽ നിന്നും കുറച്ച് രൂപ അവളുടെ കയ്യിൽ നിർബന്ധിച്ച് വച്ചു കൊടുത്തിരുന്നു. അമ്മയ്ക്ക് അവളെ അത്രയ്ക്കിഷ്ടമായിരുന്നു. 2-3 വർഷം കുഴപ്പമില്ലാതെ കടന്നുപോയി. ഇടയ്ക്ക് താൻ നാട്ടിൽ വന്നപ്പോൾ അവൾ ഉത്സാഹവതിയായി കാണപ്പെട്ടു.
തൻ്റെ കൂടെ വരാൻ അവൾ തയ്യാറായിരുന്നു. പക്ഷേ അവളെയും കൊണ്ട് മാറി താമസിക്കുവാനുള്ള പ്രാപ്തി തനിക്കില്ലായിരുന്നു. ഏതാനും മാസങ്ങൾക്കു ശേഷം ഒരിക്കൽ അമ്മയുടെ കത്ത് വന്നപ്പോൾ താൻ ചങ്കുപൊട്ടിക്കരഞ്ഞു. അമ്മയ്ക്ക് അയക്കുന്ന കത്തിലൂടെയാണ് താൻ അവളുമായി ബന്ധപ്പെട്ടിരുന്നത്. ജാനൂട്ടി ഇപ്പോൾ വരാറില്ലെന്നും അവൾക്ക് കല്യാണാലോചനകൾ നടക്കുന്നുണ്ടെന്നും അമ്മ എഴുതിയിരുന്നു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ താൻ ശ്വാസം മുട്ടി നിന്നു. അമ്മ തനിക്കായി അവളെ ചോദിച്ചെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല. അവളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കണമെന്നാണ് അവർ പറഞ്ഞത്. അവരെ കുറ്റം പറയാനാകില്ല. തനിക്ക് സാമ്പത്തിക സ്ഥിരത ആയിട്ടില്ല. ഉള്ളതൊരു പഴയ വീടാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരുടെ മകളെ തനിക്കു തരുക? എന്നാലും ജാനൂട്ടിയെ നഷ്ടപ്പെടുന്ന കാര്യം ഓർക്കാനേ വയ്യ. അന്ന് അവൾ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകും. പാവം. വർഷങ്ങൾ പലതു കഴിഞ്ഞപ്പോൾ ബോംബെ ജീവിതം പച്ചപിടിച്ചു. അമ്മയുടെ ആഗ്രഹപ്രകാരം പഴയ വീട് പൊളിച്ച് നാലുകെട്ടു തന്നെ പണിയിച്ചു. ജാനൂട്ടിക്ക് താമസിക്കാൻ വലിയ വീട് വേണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. ഇനി അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. എന്നാലും താമരപ്പൂക്കളുമായി തൻ്റെ മുന്നിൽ നിന്നിരുന്ന അവളെ മറക്കുവാൻ തനിക്കാവുന്നില്ല. അടുത്ത ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി അവരുടെ മകളെ തനിക്കായി പ്രപ്പോസ് ചെയ്തു. തൻ്റെ ജാതിയോ കുലമോ ഒന്നും അവർ തിരക്കിയില്ല. അമ്മയ്ക്കും സമ്മതമായി. തന്നോടൊപ്പം ബോംബെക്ക് വരുവാൻ എത്ര നിർബന്ധിച്ചിട്ടും അമ്മ വന്നില്ല. ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ അവളുടെ വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ടു. വീട് വിറ്റവരെല്ലാം പട്ടണത്തിലേക്ക് പോയെന്നാണ് അമ്മ പറഞ്ഞത്. തൻ്റെ കുഞ്ഞിനെ കാണുവാൻ അമ്മ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവളെ പ്രസവത്തിന് കൊണ്ടുവരും മുന്നേ അമ്മ പോയിക്കളഞ്ഞു. അമ്മയെ കാർന്നു തിന്നിരുന്ന ക്യാൻസർ അമ്മയുടെ ജീവൻ അപഹരിച്ചു. കൂടെയില്ലായിരുന്നത് കൊണ്ട് അമ്മയുടെ വല്ലായ്മകൾ ഒന്നും താൻ അറിഞ്ഞിരുന്നില്ല. അമ്മ അറിയിച്ചതുമില്ല. കുറേ പണമയച്ചു കൊടുത്താൽ എല്ലാമായി എന്ന ചിന്തയായിരുന്നു തനിക്ക്. അമ്മയില്ലാത്ത വീട്ടിലേക്ക് പിന്നെ പോകാൻ മനസ്സനുവദിച്ചില്ല. ജനിച്ചു വളർന്ന ഗ്രാമം തനിക്കന്യമായി. ഓർമ്മകൾ പലതും നൊമ്പരപ്പൂക്കളാണ്. വർഷങ്ങൾ ഓടിയോടിപ്പോയി. തൻ്റെ മക്കൾ അവർക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തു. ഒരു വിശ്രമജീവിതം കൊതിച്ച തന്നെ വിധി വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞു. 3 പതിറ്റാണ്ട് നിഴല് പോലെ കൂടെ നിന്ന പാതിമെയ്യും തന്നെ വിട്ടുപോയി. ഏകാന്തതയുടെ ചുഴിയിൽപ്പെട്ട് മനസ്സു തളർന്നു. മക്കൾക്കൊന്നിനും നേരമില്ല. അവരെ കുറ്റപ്പെടുത്തിയിട്ടു കാര്യമില്ല. അവർക്കവരുടേതായ കുടുംബ പ്രാരാബ്ധമുണ്ട്. ഫ്ലാറ്റിൽ തനിച്ചായപ്പോൾ മടുപ്പ് തോന്നി. മരിക്കുന്നത് അമ്മയുറങ്ങുന്ന മണ്ണിൽ ആകണമെന്ന് തീരുമാനിച്ചു നാട്ടിലേക്ക് പോന്നതാ. തണുത്ത കാറ്റുവീശി ഇരുൾ പരന്നു. ഓർമ്മച്ചെപ്പടച്ചു വെച്ച് അയാൾ കുളത്തിലേക്കിറങ്ങി. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുണ്ണിയോടയാൾ നാട്ടുവിശേഷങ്ങൾ ചോദിച്ചു. കൂട്ടത്തിൽ ജാനുവിനെ പറ്റിയും അന്വേഷിച്ചു. ആ തള്ളയുടെ കാര്യം കഷ്ടാണ്. അവരിപ്പോൾ ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി അയാൾ ചുമച്ചു. സ്വല്പനേരത്തെ മൗനത്തിനു ശേഷം അയാൾ സംസാരം തുടർന്നു. അപ്പോൾ അവരുടെ മക്കളോ പഠിത്തം കഴിഞ്ഞ് രണ്ടും കൂടി നാട് വിട്ടു. കൂടുതൽ പഠിത്തമുണ്ടായാൽ അങ്ങനെ എങ്ങാണ്ടും രാജ്യത്ത് പോകും. പിന്നെ നാടും വേണ്ട, വീടും വേണ്ട, പെറ്റമ്മയെ വരെ വേണ്ടെന്നാകും. അവർ താമസിക്കുന്ന സ്ഥലം നിനക്കറിയോ? ഇല്ല, നമ്മുടെ മെമ്പർക്കെല്ലാം അറിയാം. അയാൾ നെറ്റി തടവി. പാവം. അറിയാതൊരു വാക്ക് പുറത്തു ചാടി. അപ്പുണ്ണി തനിക്കറിയാവുന്ന കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. നല്ല നിലയിൽ ജീവിച്ചതാ. ഭർത്താവും മരിച്ചു, മക്കളും അടുത്തില്ലാണ്ടേ. അതിൻ്റെ മനസ്സ് താളം തെറ്റി. എല്ലാവരും കൂടി അതിനെ പ്രാന്തിയാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തു പറയണമെന്നറിയാതെ അയാൾ വിഷമിച്ചപ്പോൾ അപ്പുണ്ണി ബാക്കി കൂടി പറഞ്ഞു. പിന്നെ ആയമ്മയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വത്തൊക്കെ അടിച്ചു മാറ്റിയെന്നും പറയണ കേട്ടു. ആർക്കറിയാം,
മക്കൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഛേദം? എല്ലാം കേട്ട് അയാളുടെ ഉള്ളുനീറി. ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. താൻ ജീവിച്ചിരിക്കുമ്പോൾ ജാനൂട്ടി അനാഥയാവില്ല. ആർക്കും വേണ്ടാത്തൊരാളായി എന്ന് തോന്നുമ്പോൾ ആരുടെ മനസ്സാണ് തകരാതിരിക്കുക? ഇതുപോലെ എത്രയെത്ര പേരുണ്ടാകും. ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടതാണ്. ജാനൂട്ടിയുടെ മക്കളുമായി ബന്ധപ്പെടാൻ ഒന്ന് ശ്രമിക്കാം. മെമ്പർ മുഖാന്തിരമോ എങ്ങനെയായാലും വേണ്ടില്ല. അവളെ കൂട്ടിക്കൊണ്ടുവരണം, ചികിത്സിപ്പിക്കണം. വയസ്സുകാലത്ത് ആരോരുമില്ലാതെ രോഗിയായി ഒടുങ്ങേണ്ടി വരുന്നത് എത്ര കഷ്ടമാണ്. തൻ്റെ ശേഷിച്ച സമ്പാദ്യം ഇങ്ങനെയുള്ളവരെ സഹായിക്കാനായി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. താൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. രാത്രി ഉറങ്ങാൻ കഴിയാതെ അയാൾ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. ധൃതിയിൽ കുളിച്ചൊരുങ്ങി പുറത്തേക്കിറങ്ങി. നുണക്കുഴിപ്പൂക്കളുമായി കാത്തു നിൽക്കുന്ന നിഷ്കളങ്കയായ ജാനൂട്ടിയുടെ രൂപമായിരുന്നു അപ്പോൾ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. നിങ്ങൾ കേട്ടത് ജാനൂട്ടി, അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിച്ച കഥ. ഇനിയൊരു ലളിതഗാനം. കാവാലം നാരായണപ്പണിക്കർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി, KS ചിത്ര പാടിയത്. തലമുറകൾ തഴുകി വരും കുളിരിളക്
ഇനി ഉഷ വേണുഗോപാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ എല്ലാം വെറുതെ. പതിവ് പോലെ രാവിലെ ഒരു ഗ്ലാസ് നിറയെ ചൂട് ചായയുമായി ഇറയത്ത് വന്നിരുന്നു. ചായ ഊതിക്കുടിച്ചുകൊണ്ട് മൊബൈൽ കയ്യിലെടുത്തു. അവിചാരിതമായി ജലജയുടെ ഒരു സന്ദേശം കണ്ണിൽപ്പെട്ടു. മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ പഠിച്ച നന്ദകുമാറിനെ? അവൻ ഇന്നലെ രാത്രി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓർക്കുന്നു. ജലജ, കോശി, നന്ദു, ലത, കുറച്ചു പേരെ മാത്രം. കൂടെ പഠിച്ച പ്രിയപ്പെട്ട കുറച്ചുപേരുടെ രൂപം മനസ്സിൽ മിന്നിമറഞ്ഞു. പലരുടെയും മുഖം എത്രമാത്രം ശ്രമിച്ചിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവർ മറവിയുടെ ആഴങ്ങളിലേക്ക് പോയി മറഞ്ഞിരിക്കുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നന്ദു ഓട്ടോഗ്രാഫിൽ എഴുതിയത് ഓർമ്മയിലെത്തി. ഓമനത്താമരപ്പൂവിൽ അന്നൊരോമന സ്വപ്നമായെത്തി ആശാമധുരമാം ഭാവനയിങ്കലോ. എത്ര ആലോചിച്ചിട്ടും വരികൾ മുഴുവനാക്കാൻ സാധിക്കുന്നില്ല. ഗ്ലാസ് താഴെ വെച്ച് മുട്ടുകളിൽ മുഖമമർത്തി ഇരുന്നു. വിവാഹം കഴിഞ്ഞ് നാടുവിട്ടതാണ്. പിന്നെ ഒരു തരം അലച്ചിലായിരുന്നു. കുടുംബം, കുട്ടികൾ, ജോലിത്തിരക്ക്, അങ്ങനെ ഒരു തരം യാന്ത്രിക ജീവിതം. കോലാഹലങ്ങളില്ലാതെ, അന്യോന്യം പ്രിയങ്ങൾ കണ്ടെത്താതെ, സമാന്തര രേഖകൾ പോലെ കുറേ ബന്ധങ്ങൾ. 35 വർഷത്തിലേറെ. ആരൊക്കെയോ എവിടെയെന്നോ എങ്ങനെയെന്നോ അന്വേഷിച്ചില്ല. കോളേജിൽ പഠിക്കുന്ന യൗവനകാലത്ത് കൂട്ടുകാരുടെ പ്രിയങ്ങളും അപ്രിയങ്ങളും മനസ്സിലാവുവാൻ തുടങ്ങി. അപ്പോൾ ഇഷ്ടങ്ങൾ അനുസരിച്ച് പലരും പലതും കൈമാറിയിരുന്നു. അന്ന് നന്ദു സമ്മാനിച്ച പേന ഇന്നും ഓർക്കുന്നു. ഓരോ തവണ ഞെക്കുമ്പോഴും പ്രിയപ്പെട്ട ചെറിയ വാചകം തെളിഞ്ഞു വരുന്ന പേന. ഐ ലവ് യു, യുവേഴ്സ് ഫോർ എവർ. പിന്നെയും 2 വരികൾ ഉണ്ടായിരുന്നു, അതും മറന്നു. പല കാര്യങ്ങളും ഓർമ്മയിൽ തെളിഞ്ഞു വരാത്ത കാലം. ഈശ്വരാ, എന്താ ഇങ്ങനെ? ഇത് ഏത് രോഗത്തിൻ്റെ തുടക്കമാണ്? താനും അൾസിമേഴ്സ് രോഗത്തിന് അടിമപ്പെട്ടു വരികയാണോ? എല്ലാം വെറുതെ എന്നറിഞ്ഞു തുടങ്ങിയ സമയത്താണ് ജോലിയിൽ നിന്നും സ്വയം വിരമിച്ച് നാട്ടിലെത്തിയത്. എല്ലാ ബന്ധങ്ങളും പുറകിൽ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക്. അപ്പോഴേക്കും കുട്ടികൾ ചിറക് വിരിച്ച് വിദേശത്തേക്ക് പറന്നകന്നിരുന്നു. ഭാഗത്തിൽ കിട്ടിയ ചെറിയ വീട് ഒന്ന് മിനുക്കി താമസവും തുടങ്ങി. സുഖമുള്ള നൊമ്പരവുമായി 5 വർഷം ഒറ്റയ്ക്ക്. വർഷങ്ങൾ ഓടുകയായിരുന്നു. ജീവിതമെന്ന ഘടികാരത്തിലെ ഒരൊറ്റ ബിന്ദുവിൽ ഉറച്ചു നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന 2 സൂചികളായിരുന്നു താനും ശ്രീനിയും. ആരെ പിന്തുടരുന്നെന്ന് 2 പേർക്കും അറിയില്ലായിരുന്നു. അതങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സൂചികൾ നിശ്ചലമായി. അപ്പോഴെല്ലാം ചെറിയ വാക്കുകൾ, മക്കളുടെ വളർച്ച, വിവാഹം, ജോലിയിലെ പ്രമോഷൻ തുടങ്ങി പല സംഭവങ്ങളും ഘടികാരത്തിൻ്റെ താക്കോലായി മാറി. വീണ്ടും സൂചികൾ ചലിക്കാൻ നിർബന്ധിതമായി. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒന്നിനോടൊന്ന് ഒട്ടി നിന്നിരുന്ന സൂചികൾ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. എന്നാൽ അത് 6 മണിയിലെത്തി നിശ്ചലമാകുകയായിരുന്നു. 2 സൂചികളും 2 ദിശയിലേക്ക് മുഖം തിരിച്ചു നിന്നു. അതിനിടയിലേക്ക് ഒരു സെക്കൻഡ് സൂചി കയറി വന്നപ്പോൾ ഘടികാരത്തിന് താക്കോൽ കൊടുക്കുവാൻ പ്രിയമുള്ളത് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ മനസ്സൊന്നു തേങ്ങി. എല്ലാ ബന്ധങ്ങളും വെറുതെയാണെന്ന്. പരിഭവമോ പരാതിയോ ഇല്ലാതെ പിന്മാറുകയായിരുന്നു. പലതവണ പറ്റിച്ച ഒരാളിൽ നിന്ന് സമാധാനം, സന്തോഷം, സത്യം, വിശ്വാസം ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അവർക്ക് വേണ്ടി കളഞ്ഞ സമയം പിന്നീട് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ഓർമ്മകളാകും. വായിച്ച പുസ്തകത്തിലെ വരികളാണ്. എത്ര ശരിയാണ്. തൻ്റെ ഓർമ്മകളെല്ലാം വെറുക്കപ്പെട്ടതാണ്. തല ഉയർത്തി വീണ്ടും മൊബൈൽ കയ്യിലെടുത്തു. എന്തോ ഓർത്തിട്ടെന്ന പോലെ ഒരാഴ്ച മുമ്പേ വന്ന ഒരു സന്ദേശം തിരയുവാൻ തുടങ്ങി. പിന്നീട് കണ്ണിലും മനസ്സിലും ഉടക്കി നിന്ന സന്ദേശം പലവട്ടം വായിച്ചു. ചിലരെ നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ, സ്വന്തമാക്കാൻ കഴിയില്ല. എങ്കിലും അവരെ നഷ്ടപ്പെടുത്താതെ മനസ്സിൽ സൂക്ഷിക്കും, മരണം വരെ. നന്ദു. വെറുതെ നന്ദുവിനെ അന്വേഷിക്കാനും കാണുവാനും മനസ്സ് ആഗ്രഹിച്ചെങ്കിലും വിവേകം പിന്നോട്ട് വലിച്ചു. എന്നോ പറയേണ്ടിയിരുന്ന ഒരു പ്രണയം, പറയാൻ മടികാട്ടിയ സ്നേഹം, വൈകിയ വേളയിൽ എന്തിനീ 2 വരി സന്ദേശം? അതും വെറുതെ ഒരു സുഹൃത്ത് ബന്ധമെന്ന് പലവട്ടം പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തി. പകുതി കുടിച്ചു കഴിഞ്ഞ ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. വേഗം തന്നെ തയ്യാറായി വീട് പൂട്ടിയിറങ്ങി. ആദ്യം കണ്ട ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. വൈകിപ്പോകുമോ എന്ന ഭയം ആയിരുന്നു മനസ്സിൽ. ഒരു നോക്ക് കാണുവാൻ സാധിക്കുമോ? ഒരു വളവ് തിരിഞ്ഞപ്പോൾ
റോഡിലെ വൈദ്യുതി തൂണിൽ ഒരു ചരമക്കുറിപ്പ്. പുൽമേട്ടിൽ വീട്ടിൽ നന്ദകുമാർ, വയസ്സ് 75. ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി. പണ്ടത്തെ നന്ദകുമാർ അല്ല. ചുരുണ്ട മുടിയുടെ സ്ഥാനത്ത് കഷണ്ടി കയറിയിരിക്കുന്നു. നല്ലതുപോലെ തടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എവിടെയെങ്കിലും വച്ച് കണ്ടിരുന്നെങ്കിൽ തിരിച്ചറിയൽ അസാധ്യമായേനെ. കയറി ചെല്ലുമ്പോൾ ബലിയിടൽ തുടങ്ങുന്നതേയുള്ളൂ. സമയമായി, വേഗമാകട്ടെ. ബലിയിടുന്ന കുട്ടികളെവിടെ? കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആളുടെ ശബ്ദം ഉയർന്നു കേട്ടു. 4-5 ആൺകുട്ടികൾ തിടുക്കത്തിൽ നിരയായി വന്നു നിന്നു. തല കുളിക്കാൻ നിൽക്കണ്ട, പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി കൈകാലുകൾ കഴുകിക്കോളൂ, പിന്നെ തലയിൽ ഇത്തിരി വെള്ളം തളിച്ചോളൂ. ഇത്രയും പറഞ്ഞ് ഉടുക്കുവാനുള്ള പുതിയ തോർത്തുമുണ്ട് അവരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. ഇതിലാരായിരിക്കും നന്ദുവിൻ്റെ മകൻ? ഇല്ല, നന്ദുവിൻ്റെ ഛായയുള്ള ഒറ്റ കുട്ടിയെയും കണ്ടില്ല. പതുക്കെ വാതിലിൻ മറയിലേക്ക് ഒതുങ്ങി നിന്നു. ഇതിനിടയിൽ മൊബൈൽ വീഡിയോയിൽ കുടുങ്ങിയിരിക്കുന്ന കുറച്ച് സ്ത്രീകളും. സുമിത്രേ, കുറച്ച് പഴന്തുണി ഇങ്ങ് എടുത്തോളൂ, കുറച്ച് എണ്ണയും. തലക്കിലുള്ള തിരി, കരിന്തിരി കത്തണ്ടാട്ടോ. തല മുഴുവൻ നരച്ച ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു. സുമിത്ര ഒരു മുറിയിൽ നിന്നിറങ്ങി അടുത്ത മുറിയിലേക്കും പിന്നീട് അടുക്കളയിലേക്കും പോകുന്നത് കണ്ടു. വന്ന് താമസിക്കുന്നവരല്ലേ, ആർക്കും ഒന്നും അറിയില്ലല്ലോ. ഇവിടെ വീട്ടു സാമാനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പോലും ഈ കുട്ടിക്കറിയില്ല. ആത്മഗതമെന്നപോലെ വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ദുഃഖമറിയിക്കാൻ എത്തുന്നവർ സുമിത്രയുടെ അരികിലെത്തി കയ്യിലോ തോളത്തോ പിടിച്ച് തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു. ഒന്നും പറയാതെ കുറച്ചു നേരം സുമിത്ര ഇറ്റി വീഴാൻ നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ച് അകത്തേക്ക് നടന്നുപോയി. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി തനിയെ നിൽക്കുന്ന തന്നെ സംശയത്തോടെ പലരും നോക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണെന്നാ തോന്നുന്നത്. പണ്ട് നന്ദുവിൻ്റെ കൂടെ ജോൽപൂരിൽ ജോലി നോക്കിയിരുന്നവരായിരിക്കും. തന്നെ പറ്റിയാണ് പറയുന്നത്. കേട്ടതായി ഭാവിച്ചില്ല. അച്ഛൻ്റെ പേരും നാളും മനസ്സിലോർത്ത് എള്ളും പൂവും ചന്ദനവും എടുത്ത് 3 പ്രാവശ്യം അർപ്പിക്കൂ. ശ്രദ്ധ വീണ്ടും അങ്ങോട്ട് മാറി. അന്താളിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി, ഇതാണല്ലേ നന്ദുവിൻ്റെ മകൻ. നന്ദുവിൻ്റെ ഒരു ഛായയുമില്ല. ഇവൻ സുമിത്രയെ വാർത്തു വച്ചിരിക്കുകയാണ്. ഒരാൾ തിടുക്കത്തിൽ ഓടി വന്ന് അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. നാള് പറഞ്ഞതാകാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാളെന്തെന്നറിയില്ലല്ലോ. എല്ലാം അക്കങ്ങൾ മാത്രം. എന്തായാലും 15 മിനിറ്റിനുള്ളിൽ ചടങ്ങുകൾ അവസാനിച്ചു. ഇനി ആർക്കെങ്കിലും മുഖം കാണാനുണ്ടോ? മൂടാൻ പോകുന്നു. ആരും പോകുന്നതായി കണ്ടില്ല. ഒന്ന് മാറിക്കേ, ചേച്ചി ഒന്നുകൂടി കണ്ടോട്ടെ. സുമിത്രയെ കൂട്ടി ഒരാൾ എത്തി. സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞതല്ലാതെ ഒരു പൊട്ടിക്കരച്ചിലോ തേങ്ങിക്കരച്ചിലോ ഉണ്ടായില്ല. ചിതയിലേക്ക് എടുക്കലും ദഹിപ്പിക്കലും തുടങ്ങിയപ്പോൾ തന്നെ പലരും യാത്ര പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങി. അടുത്ത ബന്ധുക്കളും അയൽക്കാരുമായി കുറച്ചുപേർ അവിടെ നിന്നു. അനുചേട്ടൻ കാറുമായാണ് വന്നത്, ഞങ്ങളൊന്ന് വെളിയിൽ പോയി വരാം, സുമിത്രയോടെന്ന പോലെ പറഞ്ഞ് ആൺകുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ബലിയിടുന്ന കുട്ടികൾ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല, എന്തോ മനസ്സിലാക്കിയ പോലെ വയസ്സായ മുത്തശ്ശി പറഞ്ഞു. അവിടെ നിന്നിരുന്നവരാരും ഒന്നും പറഞ്ഞില്ല, സുമിത്ര പോലും. തൻ്റെ മനസ്സ് ആകെ ഒരു ഖനം വെച്ചതുപോലെ തോന്നി. ജലജ പറഞ്ഞറിഞ്ഞതാണ്, 1 മാസത്തിലേറെയായി നന്ദു വെന്റിലേറ്ററിലായിരുന്നു. കൃത്രിമ ശ്വാസത്തിലായിരുന്നു ജീവിതം. പാവം. താൻ എഴുതി വച്ചിരിക്കുന്ന ലിവിംഗ് വിൽ മനസ്സിലേക്ക് ഓടിയെത്തി. മരണത്തിനുള്ള സമ്മതപത്രം. വെറുതെ എന്തിനായിട്ടായിരുന്നു ഈ ചടങ്ങുകൾ? എല്ലാവർക്കും ധൃതിയാണ്, എല്ലാം ഒരു ഷോർട്ട് കട്ട്. സുമിത്ര പതുക്കെ ഒരു സംശയത്തോടെ അടുത്തു വന്നു. അപ്പോൾ അവളുടെ കൈകൾ താനൊന്ന് മുറുകെ പിടിച്ചു. ഉഷയല്ലേ? ഇങ്ങോട്ടായിരുന്നു ചോദ്യം. നന്ദു പറഞ്ഞിട്ടുണ്ട്, രൂപം മനസ്സിലുണ്ട്. വേറൊന്നും പറയാതെ കൈകൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവൾ അകത്തേക്ക് തന്നെ നടന്നു നീങ്ങി. അത്ഭുതപ്പെട്ടു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സുമിത്രയ്ക്ക് എങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? നന്ദു എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ആരെന്നായിരിക്കും പറഞ്ഞിരിക്കുക? ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് സുമിത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ? എന്തായാലും ഈ യാത്ര വേണ്ടായിരുന്നു. എന്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടു? വേണ്ടാത്ത ഒരു യാത്ര. കത്തിയമർന്ന സ്നേഹത്തിൻ്റെ കരിക്കട്ട മുഖം ഓർമ്മയായി ഇനി മരണം വരെ കൊണ്ടു നടക്കണം. ആവശ്യമില്ലാതെ വെറുതെ തലയിലേറ്റിയ ഒരു ശാപവുമായി പടിയിറങ്ങി. തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും മനസ്സ് പേടിച്ചു. താൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്രനാളും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാതെ മാറി നടന്നതോ? അതോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നോക്ക് കാണാൻ വന്നതോ? ഒന്നും മനസ്സിലാകുന്നില്ല. കയ്യിലിരുന്ന കൊട ഒന്ന് നിവർത്താൻ പോലും മറന്ന് ബസ് വരുന്നതും കാത്തവൾ പൊരി വെയിലത്ത് നിന്നു.
അപ്പോഴും മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു, ഈ യാത്ര വേണ്ടിയിരുന്നില്ല, എല്ലാം വെറുതെ. പതുക്കെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് അവൾ അറിഞ്ഞു. തളർന്ന ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹത്തിൻ്റെ അദൃശ്യകരങ്ങൾ താങ്ങായി നീണ്ടുവരുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാം വെറുതെ. ഉഷ വേണുഗോപാൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം KV ലീല. സഹയാ